നമുക്കൊന്ന് ധർമ്മസ്ഥലയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ദിവസങ്ങളായി ധർമ്മസ്ഥലയിലെ ഈ ഡിഗിങ് വേല, അതായത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഈ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഒരു അസ്ഥിഭാഗങ്ങളാണ് കിട്ടിയിരുന്നത്. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സ്പോട്ടുകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ധർമ്മസ്ഥല കൂട്ടക്കൊല വെളിപ്പെടുത്തലിൽ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. ശേഷിക്കുന്ന 3 പോയിന്റുകളിലാണ് ഇന്ന് മണ്ണി നീക്കി പരിശോധന നടക്കുക. കേസിൽ കൂടുതൽ സാക്ഷികളെ ഹാജരാക്കാൻ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. പി കെ സരീഷ് വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി കെ സരീഷ്. ഇപ്പോൾ ഇനി 3 പോയിന്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അവിടെ അതെല്ലാം ഏത് സ്ഥലത്താണ്? ഈ ഫ്ലഡ് എല്ലാം നേരത്തെ ഉണ്ടായ സ്ഥലം തന്നെയാണോ അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ണ് ഉയർന്ന ഭാഗമാണോ? എന്താണ് സാധ്യതകൾ? ബിനിൽ, ഗുഡ് മോർണിംഗ്. ആകെയുള്ള 13 പോയിന്റുകളിൽ ഇനി 3 പോയിന്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിൽ 2 പോയിന്റ് എന്ന് പറയുന്നത് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഭാഗമാണ്. മറ്റൊന്ന് ഈ നേത്രാവതി പുഴയോട് സ്നാനഘട്ടത്തിന് സമീപത്തായി തന്നെയുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് കഴിഞ്ഞ 2019 ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ ഈ പുഴ കരകയറുകയും മണ്ണിടിയുകയും ഒക്കെ ചെയ്ത ഭാഗമാണ്. പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്, അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്നായിരുന്നു ഈ സാക്ഷിയുടെ മൊഴി. പക്ഷേ ഇനി എത്രത്തോളം മൃതദേഹങ്ങൾ ആ ഭാഗത്തു നിന്ന് കണ്ടെത്താനാകും എന്നൊരു സംശയം അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള 2 ഭാഗങ്ങൾ, അതായത് 11, 12, അത് രണ്ടും സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഭാഗങ്ങളാണ്. അവിടെ 5 മുതൽ 6 മൃതദേഹങ്ങൾ 11-ലും 7 മുതൽ 8 വരെ മൃതദേഹങ്ങൾ 12-ലും കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് സാക്ഷി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം അത് സാധ്യമാണ് എന്നൊരു സംശയമുണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ നിലപാടിൽ, അല്ലെങ്കിൽ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഈ സംസ്ഥാന പാതയോട് ഏതാണ്ട് ഒരു 20 മീറ്റർ അകലെ, അതായത് റോഡിലൂടെ ഒരാൾ പോകുമ്പോൾ കാടിനുള്ളിൽ അകത്ത് കുഴിയെടുക്കുന്നത് കൃത്യമായി ദൃശ്യമാകുന്ന രീതിയിലുള്ള സ്ഥലത്താണ് അദ്ദേഹം ഇത്രത്തോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും സാക്ഷിയുടെ മൊഴി അത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് രാത്രികാലങ്ങളിൽ അത്രത്തോളം വാഹനങ്ങൾ ആ കാലഘട്ടത്തിൽ സഞ്ചരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഇത്ര വലിയ റോഡ് അന്നുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അത് കൃത്യമായി വിശ്വസിക്കുന്നു. അതോടൊപ്പം ഈ 2 അടി കുഴിച്ചാൽ പോരാ എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. 2 മുതൽ 10 വരെ അടി താഴ്ചയിൽ ഈ പല ഭാഗങ്ങളിലും കുഴിയെടുക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ സംസ്ഥാന പാത വികസിപ്പിച്ചപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്നും മണ്ണ് കൂടുതലായി എടുത്തിട്ടുണ്ടാകാം എന്നൊരു സംശയം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഴത്തിലുള്ള കുഴിയെടുത്താകും ഈ 11, 12 സ്ഥലങ്ങളിലുള്ള പരിശോധന നടത്തുക. അതോടൊപ്പം തന്നെ 13-ലേക്ക് ഇന്ന് 3 പോയിന്റുകളും ഈ പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ 11, 12 കഴിഞ്ഞാൽ പിന്നെ 13 പക്ഷേ 13 വളരെ ആഴത്തിൽ, ഏതാണ്ട് 11 അടി 12 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തണം എന്നുള്ള ആവശ്യവുമായി അഭിഭാഷകർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് അടുത്ത ദിവസം മാത്രമായിരിക്കും, 13-ലേക്ക് പോകുമ്പോൾ അടുത്ത ദിവസം മാത്രമായിരിക്കും പരിശോധന നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 11, 12 കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കും. അതിനിടയിൽ തന്നെ ഈ ഫോറൻസിക് വിഭാഗം പരിശോധന പൂർത്തിയാക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് കൈമാറും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും വിശദമായ പരിശോധന, കാരണം ഒരു തരത്തിലും ആക്ഷേപങ്ങൾ ഉണ്ടാകരുത്. 6-ാം പോയിന്റിൽ നിന്നും കുഴിച്ചെടുത്ത 15ഓളം അസ്ഥിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ അസ്ഥിയുടെ ഭാഗങ്ങൾ ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തണം. പക്ഷേ ആ DNA പരിശോധന എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം പരാതിക്കാരില്ല, ആ പുരുഷൻ്റേതാണ് എന്ന് സ്ഥിരീകരിച്ചപ്പോൾ പോലും കൂടുതലായി പുരുഷൻ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സാക്ഷികളോ ഒന്നും തന്നെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ DNA പരിശോധന എന്നുള്ളത് വളരെ വൈകും. പക്ഷേ ഈ ലഭിച്ച അസ്ഥികളെല്ലാം തന്നെ ഒരാളുടേതാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനയാണ് ആദ്യം നടന്നത്. അതോടൊപ്പം തന്നെ ഈ കാലപ്പഴക്കം, എത്ര നാൾ മുൻപാണ് ഈ മൃതദേഹം അവിടെ എത്തിയത്, അല്ലെങ്കിൽ അസ്ഥി എത്ര കാലം പഴക്കമുണ്ട്, മരണകാരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ട്. എന്തായാലും ആ ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ സാക്ഷികളെയും പരാതിക്കാരെയും ഈ കേസിലേക്ക് എത്തിക്കുക, അവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യത്തിലാണ് ഈ ആക്ഷൻ കൗൺസിലും ഉള്ളത്. ശരി, അതാണ് ആക്ഷൻ കൗൺസിലിന്റെ ദൗത്യം എന്നുള്ളതാണ്. എന്തായാലും സരീഷ് നമുക്കൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന് തുടരുന്നുണ്ട്. താങ്ക് യു പി കെ സരീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.